വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. ത്രസ് കാന്തോസ് എന്ന ധ്യാന വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവകരുണയ്ക്ക് ദൈവത്തോളം പഴക്കമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു ദൈവകരുണയുടെ ഞായറെത്തിയിരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം നേരുകയാണ്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ദൈവം ഒരു ചോദ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചത്? ഈ ഒരു ചോദ്യം പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ടാകാം. കാരണം ദൈവം മനുഷ്യവർഗത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. പഴയ നിയമ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർക്ക് വിശന്നപ്പോൾ ദൈവം ആകാശത്തു നിന്ന് മന്ന പൊഴിച്ച് നൽകുന്നുണ്ട്. ദാഹിച്ചപ്പോൾ അവർക്ക് പാറയിൽ നിന്ന് ജലം നൽകുന്നുണ്ട്. രാത്രിയിൽ അവരോടൊപ്പം ദീപസ്തംഭമായും പകൽ മേഘത്തണലായിട്ടും ദൈവം നടക്കുന്നുണ്ട്. എന്നിട്ടും ജനത്തിന് മനസ്സിലായില്ല. വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിനെ നൽകിക്കൊണ്ടായിരുന്നു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം മനുഷ്യവർഗത്തോട് അതിയായ സ്നേഹവും കരുണയും ദൈവത്തിനുണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹശാഠ്യം പിടിച്ച ശിഷ്യൻ്റെ അടുത്തേക്ക് ഒത്തിരി കരുണയോടും സ്നേഹത്തോടും കൂടെ ഈശോ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കരുണയ്ക്ക് ദൈവത്തോളം പഴക്കമുണ്ട്. സഹജീവികളോട് കരുണ കാണിക്കണമെന്ന മനോഹരമായിട്ടുള്ളൊരു അന്യഭാഷ ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൻ്റെ ഇതിവൃത്തം ഇപ്രകാരമാണ്. ഒരു ആശ്രമത്തിലേക്ക് ഒരു ബാലൻ കടന്നു വരികയാണ്. ആശ്രമ പരിസരത്തുള്ള അരുവികളിലും പൂന്തോട്ടങ്ങളിലും കൗതുകത്തോടു കൂടി ഓടി നടക്കുമ്പോൾ അവൻ ചെറിയ കുസൃതികൾ ഒപ്പിക്കുന്നുണ്ട്. ആ പൂന്തോട്ടത്തിലൂടെ പാറി നടക്കുന്ന തുമ്പികളെ പിടിച്ച് അതിൻ്റെ ചിറക് കെട്ടുക, അരുവിയിലുള്ള തവളകളെ പിടിച്ച് അതിൻ്റെ കാലിൽ വലിയ കല്ല് കെട്ടിത്തൂക്കുക, ഇങ്ങനെ ആ കുസൃതിത്തരങ്ങളുമായിട്ട് ആ ബാലൻ മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം മറഞ്ഞിരുന്ന് ഗുരു കാണുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവൻ കിടന്നുറങ്ങിയപ്പോൾ ഗുരു അവൻ്റെ അരയിൽ വലിയൊരു കല്ല് കെട്ടിവെക്കുന്നുണ്ട്. രാവിലെ ഉണർന്നപ്പോൾ അവൻ എഴുന്നേൽക്കുവാൻ ആ ബാലന് സാധിക്കുന്നില്ല. ഇത് കണ്ടുകൊണ്ട് ഗുരു അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇന്നലെ നീ ആ തുമ്പികളോടും തവളകളോടുമൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ അവരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ പോയിട്ട് ഇന്നലെ കെട്ടിയിട്ട് ഇതിനൊക്കെ അഴിച്ച് വിട്ടിട്ട് വാ. അതിനുശേഷം നിൻ്റെ കല്ല് ഞാൻ അഴിച്ചു മാറ്റാം. പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, നീ പോകുമ്പോൾ ഏതെങ്കിലും ജീവി ചത്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ അരയിലെ കല്ല് അഴിച്ചു മാറ്റുവാൻ സാധിക്കും. പക്ഷെ നിൻ്റെ ഹൃദയത്തിലേക്ക് മറ്റൊരു ഭാരം കൂടി കയറി വരും. കാരണം സഹജീവികളോടും ഈ ലോകത്തോടും കരുണയുള്ളവരായിരിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിനത്തിൽ 3 ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒന്നാമത്തേത്,
കരുണ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവകരുണയുടെ സന്ദേശം ലോകമെങ്ങും എത്തിക്കുവാൻ ശ്രമിച്ച വിശുദ്ധ ഫൗസ്തീന തൻ്റെ ഡയറിക്കുറിപ്പിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണെന്ന്. ധൂർത്തുപുത്രൻ്റെ ഉപമയിലും പാപിനിയായ സ്ത്രീ ഈശോയുടെ അടുത്ത് വരുമ്പോഴും ഹൃദയവ്യതയോടെ രോഗികൾ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോഴും അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണയെന്നത്. രണ്ടാമത്തെ ചിന്ത, കരുണ നിസ്വാർത്ഥതയുടെ ഫലമാണ്. വർഷങ്ങളോളം സുവിശേഷം പ്രസംഗിച്ചതിനാൽ ജയിലിൽ കിടക്കേണ്ടി വന്ന വിയറ്റ്നാമിലെ ബിഷപ്പ് ഫ്രാൻസിസ് തൻ്റെ ടെസ്റ്റിമണി ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൽ യേശുവിൻ്റെ 5 കുറവുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു കുറവ് ഈശോയ്ക്ക് കണക്കറിയില്ല എന്നതാണ്. അത് പറയുന്നതിൻ്റെ കാരണം നല്ല ഇടയൻ്റെ ഉപമയിലെ 99നെയും വഴിയരികിൽ വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ കരുണയുള്ളവർ ലാഭക്കണ്ണോടുകൂടെയല്ല ലോകത്തെ നോക്കുന്നത്. കരുണയുള്ളവർ ഹൃദയവ്യത നേരിടുന്നവനെ ചേർത്ത് പിടിക്കുവാൻ തക്കവിധം വിശാലമായിട്ടുള്ള ഹൃദയമുള്ളവരായിരിക്കും. നിസ്വാർത്ഥമായിട്ട് സ്നേഹമുള്ളവരായിരിക്കും. അവർ ഹൃദയത്തിൽ മിഴികളുള്ളവരാണെന്ന് പറയുന്നു. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിലപ്പുറം ഹൃദയം കൊണ്ട് കാണുവാൻ കഴിയുന്നവർക്കാണ് ഈ നല്ല ഇടയനെ പോലെ ഹൃദയവ്യത അനുഭവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. അവരെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ കരുണ ഒരു വാഗ്ദാനമാണ്. ഞാൻ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം. ഈശോയുടെ ശരീരം പച്ചിരമ്പ് കയറ്റി ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ, അസഹനീയമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, യേശുവിൻ്റെ ഇരുഭാഗങ്ങളിലും തൂങ്ങപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. യേശു മറുപടി പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും. നമ്മുടെ സഹനങ്ങളിലും നമ്മുടെ വേദനകളിലും ആത്മസംഘർഷങ്ങളിലും ദൈവത്തിൻ്റെ കരുണ നമ്മോടൊപ്പമുണ്ടാകുമെന്ന് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. ആ ഒരു വാഗ്ദാനമാണ് ദൈവകരുണയുടെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഈ ദൈവകരുണയുടെ ഞായറിൽ നമുക്ക് പരസ്പരം കരുണയുള്ള വ്യക്തികളായിട്ട് മാറുവാൻ വേണ്ടി ശ്രമിക്കുക. ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ കരുണയുള്ളവരായിരിക്കാം. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന കരുണയുടെ ചാലകശക്തികളായി രൂപാന്തരപ്പെടട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.